നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. രണ്ട് കുടുംബങ്ങൾക്ക് പുതുവത്സര സമ്മാനമായി കൊട്ടിയം പുല്ലാങ്കുഴി ബിൽഡേഴ്സും കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റും കോളേജ് NSS യൂണിറ്റും സംയുക്തമായി രണ്ട് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. കൊല്ലം ജില്ലയിൽ ആദിച്ചന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കൊട്ടിയം തഴുത്തല 21-ാം വാർഡിലെ രണ്ട് കുടുംബങ്ങളുടെ ദയനീയ അവസ്ഥ ജനുവരി 31 മലയാള മനോരമ ദിനപത്രത്തിലൂടെ അറിഞ്ഞ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സജീവ് പുല്ലാങ്കുഴി, ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബോബി, പ്രിൻസിപ്പൽ Y ജോയ് എന്നിവരുമായി ചർച്ച ചെയ്യുകയും തുടർന്ന് ഇരു കുടുംബങ്ങളും സന്ദർശിക്കുകയായിരുന്നു. കൊട്ടിയം തഴുത്തല തൊടിയിൽ വീട്ടിൽ 45 വയസ്സുള്ള അനിത, 36 വയസ്സുള്ള സഹോദരി സുജിത എന്നിവർക്കാണ് അന്തിയുറങ്ങാൻ സുരക്ഷിതമായ വീടില്ലാത്തത്. ഇവർക്കൊപ്പം അനിതയുടെ 19, 16 വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുമുണ്ട്. അനിതയുടെ ഭർത്താവ് ബാബു അസുഖബാധിതനായി 2010 മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് 25 വർഷവും അമ്മ 1 വർഷം മുമ്പും മരണപ്പെട്ടു. അനിത തൊഴിലുറപ്പിനും സുജിത സ്വകാര്യ കമ്പനിയിൽ പാക്കിംഗ് ജോലികളും ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. ഇവരുടെ മറ്റൊരു സഹോദരി സുനിത വിവാഹിതയായി ഭർത്തൃ വീട്ടിലാണ്. ഇവരുടെ അച്ഛൻ്റെ പേരിലുള്ള 2 സെൻറ്റ് ഭൂമിയിൽ നേരത്തെ വീടുണ്ടായിരുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് ഈ വീട് പൊളിച്ചു നീക്കേണ്ടി വന്നു. സർക്കാരിൽ നിന്നും വീട് നിർമ്മിക്കാനായി 3 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആധാരം മക്കളിൽ ഒരാളുടെ പേരിലേക്ക് മാറ്റിക്കിട്ടാനുള്ള നടപടികൾ വൈകി. ഒടുവിൽ മറ്റു സഹോദരിമാരുടെ സമ്മതത്തോടെ സുജിതയുടെ പേരിലേക്ക് വസ്തു എഴുതി. എന്നാൽ വീട് നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടക്കാൻ സാമ്പത്തികം വെല്ലുവിളിയായി. നിത്യചെലവിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് അതിനുള്ള മാർഗവുമില്ല. സമീപവാസിക്ക് കനിവ് തോന്നി നൽകിയ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാണ് ഇവർ ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. 21-ാം വാർഡിലെ തന്നെ ഇവരുടെ വീടിന് സമീപം വീട് നിർമ്മാണം മുടങ്ങിപ്പോയ മുളയിലഴകത്ത് വീട്ടിൽ കശുവണ്ടി തൊഴിലാളിയായ 55 വയസ്സുള്ള അജിത താമസിക്കുന്നത്. അർബുദ രോഗിയായ അച്ഛനും ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന അമ്മയ്ക്കുമൊപ്പം നിർമ്മാണം പൂർത്തിയാകാത്ത വീട്ടിലാണ് മുളയിലഴകത്ത് വീട്ടിൽ വിധവയും കശുവണ്ടി തൊഴിലാളിയുമായ അജിത കഴിയുന്നത്. 4 ലക്ഷം രൂപയാണ് സർക്കാർ വീട് നിർമ്മിക്കാനായി നൽകിയത്. ഈ പണം കൊണ്ടാണ് വീടിൻ്റെ വാർപ്പ് വരെയുള്ള ജോലികൾ പൂർത്തീകരിച്ചത്. ഇത്രയും വരെ ചെയ്തപ്പോൾ തന്നെ 50,000 രൂപ കടവുമായി. 85 വയസ്സുള്ള അച്ഛൻ വിജയനും 72 വയസ്സുള്ള അമ്മ ഓമനയുമായി മേൽക്കൂര തകർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. കശുവണ്ടി തൊഴിലാളിയായിരുന്ന അജിതയ്ക്ക് ഫാക്ടറി പൂട്ടിയതിനെ തുടർന്ന് ജോലിയും നഷ്ടപ്പെട്ടു. ഭർത്താവ് 23 വർഷം മുമ്പ് മരിച്ചു. ഇവർക്ക് വിവാഹിതരായ 2 പെൺമക്കളുണ്ട്. വരുമാനം ഇല്ലാതായതോടെയാണ് വീടിൻ്റെ നിർമ്മാണം നിലച്ചത്. ഇനി വീടിൻ്റെ വാർപ്പും മറ്റ് ജോലികളും പൂർത്തിയായെങ്കിൽ മാത്രമേ ബാക്കി തുക സർക്കാരിൽ നിന്നും ലഭിക്കുകയുള്ളൂ. ഈ 2 കുടുംബത്തിൻ്റെയും ദയനീയ സാഹചര്യം മനസ്സിലാക്കി ഇരു കുടുംബത്തിനും സുഖമായി കഴിയുന്നതിന് വേണ്ട ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനവും ഉടൻ ആരംഭിക്കുമെന്ന് പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സജീവ് പുല്ലാങ്കുഴി, ഡയറക്ടർ അനന്തു സജീവ്, ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബോബി, പ്രിൻസിപ്പൽ Y ജോയ്, NSS കോർഡിനേറ്റർ സാലി എന്നിവർ പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകൻ ഷിബു റാവുത്തർ, ഡോൺ ബോസ്കോ കോളേജ് NSS യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പുല്ലാങ്കുഴി ബിൽഡേഴ്സും ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റ് NSS യൂണിറ്റും സംയുക്തമായി അർഹരായ 2 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷവും വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.